നമ്മുടെ ലൈഫിൽ വേണ്ട വിധത്തിൽ ഉയർച്ചയില്ലാതെ പോകുന്ന മേഖലകളെ നന്മയിലേക്ക് തിരിച്ചെടുക്കാൻ നമ്മളെ സഹായിക്കുന്ന കുറേ വചനങ്ങളിൽ എനിക്ക് ഏറ്റവും ഉപകാരപ്പെട്ട ഒരു ദൈവവചനമാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയട്ടെ, പഠനത്തിലൊക്കെ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളും പരീക്ഷകളിൽ നിരന്തരമായി തോറ്റുപോകുന്നവരും തുടങ്ങിയ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ കച്ചവടമില്ലാതെ പൂട്ടിപ്പോകലിൻ്റെ വക്കിലൊക്കെ നിൽക്കുന്നവരുമൊക്കെ ആയിട്ടുള്ള പ്രിയപ്പെട്ടവർ ഇന്നത്തെ ഈ ശുശ്രൂഷയുടെ ഗുണം അനുഭവിക്കണമെന്ന് ഞാൻ പ്രത്യേകം ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഈ വചനം കേട്ട് ഇന്നത്തെ ശുശ്രൂഷയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഈ കാര്യം 100% വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ ചെയ്ത് നിങ്ങളുടെ അടുത്ത മണിക്കൂർ മുതലുള്ള ലൈഫ് വളരെ സക്സസ്ഫുൾ ആക്കി തീർക്കാൻ നിങ്ങൾ ഉത്സാഹിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിലേക്ക് പ്രവേശിക്കാം. ഉന്നമനമില്ല എന്നൊരു പരാതി ഇനി ആരും പറയരുത്. അനുഗ്രഹങ്ങൾ നമ്മുടെ തൊട്ടരികിലാണ് നിൽക്കുന്നത്. എല്ലാവർക്കും ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് യേശു കർത്താവിൻ്റെ വലിയ നാമത്തിൽ സന്തോഷത്തോടുകൂടെ സ്നേഹവന്ദനം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ കൊണ്ടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്കിനെ തൊടുന്നവൻ അതിനെ നന്മ അനുഭവിക്കുക തന്നെ ചെയ്യും. ആ വാക്ക് പൊന്നാകുന്ന വാക്കാണ്. അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ തിരുവായ് മൊഴിഞ്ഞ് കർത്താവ് 2-3 തവണ പറഞ്ഞിട്ടുള്ള ഒരു തിരുവെഴുത്താണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അത് 2-3 ഇടങ്ങളിലുണ്ട് ആ വചനം. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ റെഫറൻസുകളൊന്ന് പറഞ്ഞു കേൾപ്പിക്കാം. മത്തായി സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 30, മത്തായി സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 16, മർക്കോസിൻ്റെ സുവിശേഷം 10-ന്റെ 31, ലൂക്കോസിൻ്റെ സുവിശേഷം 13-ന്റെ 30. ഈ വചനങ്ങളിലെല്ലാം കർത്താവ് പറയുന്ന തിരുവെഴുത്തിൻ്റെ സാരാംശം എങ്ങനെയാണ്? മുൻപിലുള്ളവർ പിൻപിലായിത്തീരും, മുൻപന്മാർ പിൻപന്മാരും, പിൻപിലുള്ളവർ മുൻപന്മാരുമായി തീരും. അപ്പോൾ പലരെയും മുൻപിൽ കണ്ട് എനിക്ക് സാധിക്കത്തില്ല എന്ന നിലയിൽ തടസ്സങ്ങൾ കണ്ട് പുറകോട്ട് മാറുന്നവർ, വിജയിക്കാനോ പുരോഗതി പ്രാപിക്കാനോ കഴിയാത്തവർ, ഈ വചനം ഉരുവിടുക. നിങ്ങളുടെ ഏത് വിഷയത്തിൻ്റെ മേലാണോ നിങ്ങൾക്ക് ജയം കരഗതമാക്കേണ്ടത് ആ പ്രശ്നത്തെ നോക്കിക്കൊണ്ട് ഇതിൽ ഞാൻ മുൻപനായിത്തീരും. യേശു പറഞ്ഞു പിൻപന്മാർ മുൻപന്മാരായിത്തീരും. ഇക്കാര്യത്തിൽ കർത്താവായ യേശുവിൻ്റെ വചനപ്രകാരം ഞാൻ മുൻപനാകുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ മറ്റൊരു വ്യക്തിയെ, നിങ്ങളുടെ കുടുംബാംഗങ്ങളിൽ ഒരാളെയാണ് ഈ വിധത്തിൽ പുരോഗതിയിലേക്ക് നയിക്കേണ്ടതെങ്കിൽ അവരുടെ പേര് പറഞ്ഞ് ഈ വചനം ഉരുവിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഒരു സ്ഥാപനമാണ് നിങ്ങൾക്ക് വളർച്ചയിൽ എത്തിക്കേണ്ടതെങ്കിൽ നിങ്ങൾ ഈ മേഖല പറഞ്ഞ് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ സാമ്പത്തിക രംഗമാണ് നിങ്ങൾക്കൊരു വിശാലതയിലേക്ക് എത്തിക്കേണ്ടതെങ്കിൽ ഈ തിരുവെഴുത്തിനെ നിങ്ങൾ ആ മേഖലയിൽ ഉപയോഗപ്പെടുത്തി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ആരോഗ്യത്തെയാണെങ്കിൽ, നിങ്ങളുടെ ആത്മീക ജീവിതത്തെയാണെങ്കിൽ, പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്നതിൽ ഏത് മേഖലയാണോ നിങ്ങളെ ഇന്ന് സങ്കടപ്പെടുത്തുന്നത് അതിൻ്റെ അകത്ത് വിശാലമായൊരു വാതിലിപ്പോൾ തുറന്നിരിക്കുകയാണ്. ആ വിശാലത തുറക്കുന്ന താക്കോലാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്തിയത്. ഒരു വാതിൽ വളരെ വലുതായിരിക്കും, പക്ഷേ അത് തുറക്കുന്ന താക്കോലിന് വാതിലിനോളം വലിപ്പമില്ല, അത് വളരെ ചെറുതായിരിക്കും. അങ്ങനെയാണെങ്കിൽ വളരെ ചെറുതായിരിക്കുന്ന ഈ ഒരു വചനം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അദൃശ്യ വാതിൽ തുറന്നൊരു അനുഗ്രഹത്തെ സ്വന്തമാക്കി തീർക്കാൻ കർത്താവ് നിങ്ങളെ ഇന്ന് അനുവദിക്കുകയാണ്. ഞാൻ എൻ്റെ ശുശ്രൂഷാ ജീവിത കാലഘട്ടത്തിൽ ഒരുപാട് പേരുടെ ലൈഫിലെ ഉന്നമനത്തെ കണ്ട് ദൈവത്തിൽ സന്തോഷിക്കുന്ന ഒരു ദൈവദാസനാണ്. അപ്പം ഒരു വിധത്തിലും ഗതിയില്ല, ഒരു വിധത്തിലും രക്ഷപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് നമ്മുടെ അരികിൽ വരുന്ന ഒത്തിരി പേരോട് ഞാൻ ഈ ദൈവവചനം പറഞ്ഞ് പ്രാർത്ഥിച്ച് നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു അഭിവൃദ്ധി നിങ്ങളുടെ ലൈഫിലുണ്ടാവും. ഞാൻ മിനിഞ്ഞാന്ന് രാത്രിയിൽ എൻ്റെ ചർച്ചിലെ ഒരു ഭവനത്തിൽ ഒരു കുടുംബ കൂട്ടായ്മ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഞാൻ ചെല്ലുമ്പോൾ അവർ ഒരു കുഞ്ഞു വീട്ടിൽ നിന്ന് ഏതാണ്ട് ഒരു 600 സംതിങ് സ്ക്വയർ ഫീറ്റ് മാത്രം വലിപ്പമുള്ളൊരു വീട്ടിൽ നിന്നാണ് ഇപ്പോഴത്തെ ഭവനത്തിലേക്ക് അവർ മാറിയേക്കുന്നത്. അപ്പം വാടകയ്ക്കാണ്. അപ്പോൾ ആ വീട്ടിലേക്ക് മാറിയെങ്കിലും അവരുടെ വീട്ടിൽ വേണ്ടവണ്ണമുള്ള ഗ്രഹോപകരണങ്ങളൊന്നുമില്ലാതെ ഒരു സാധാരണപ്പെട്ട സാഹചര്യത്തിൽ കഴിഞ്ഞു പോകുന്നൊരവസ്ഥയിൽ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ എല്ലാം മധ്യത്തിൽ അവർ മുന്നോട്ട് പോകുമ്പോൾ ആ കുടുംബത്തിൽ കാലുകുത്തി പ്രാർത്ഥിച്ച ശേഷം ഇവർ മുൻപന്മാരായി തീരണമെന്ന് കർത്താവിനോട് അപേക്ഷിച്ചിട്ട് പോന്നു. ഈ മിനിഞ്ഞാന്ന് നടന്ന പ്രാർത്ഥനയിൽ അവിടെ ചെല്ലുമ്പോൾ ആ വീട്ടിൽ നിരവധിയായ പുതിയ ഒത്തിരി ഗ്രഹോപകരണങ്ങൾ വന്ന് നിറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ച കാണാൻ കഴിഞ്ഞു. സത്യത്തിൽ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ചോദിക്കുമായിരിക്കും, ഇതൊരു അനുഗ്രഹമാണോ? 100% ഇതൊരു അനുഗ്രഹമാണ്. 100% ഇതൊരു അനുഗ്രഹമാണ്. കർത്താവിലൂടല്ലാതെ ജീവിതത്തിൽ ഒരു പുരോഗതിയുടെ വാതിൽ തുറന്നു കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരുവന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിൽ അതൊരു അനുഗ്രഹം തന്നെയാണ്. പ്രാർത്ഥനയുടെ ഫലമായിട്ട് അത് വരുന്നതാണെങ്കിൽ അത് ദൈവത്താൽ തന്നെ ഒരുക്കപ്പെടുന്നതാണ്. നിങ്ങളുടെ ജീവിതം ധന്യമാകട്ടെ പ്രിയപ്പെട്ടവരെ. നിങ്ങളുടെ ബിസിനസ്സുകൾ വളരട്ടെ, നിങ്ങളുടെ മിനിസ്ട്രികൾ മുൻനിരകളിൽ എത്തട്ടെ, നിങ്ങളുടെ തലമുറകൾ ശ്രേഷ്ഠരായി തീരട്ടെ. നിങ്ങൾ തുടങ്ങി വെച്ചൊരു കാര്യം ഏതോ ഒരു മേഖലയിൽ പൊടി പിടിച്ച് നിലവിളിച്ചുകൊണ്ട് പുറകിൽ കിടക്കാനുള്ളതല്ല, അത് മുന്നോട്ട് തന്നെ വരാനുള്ളതാണ്. കർത്താവ് ഇന്ന് അതിനെ നിങ്ങളെ സഹായിക്കും. ഈ ദൈവവചനം ഉരുവിടുക. യേശു പറഞ്ഞു പിൻപന്മാർ മുൻപന്മാരായി തീരും.
യേശുവിൻ്റെ നാമത്തിൽ ഈ വചനത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ വരുമാറാകട്ടെ. ആഹാബ് എന്ന രാജാവ് ഇസ്രായേലിന് വിരോധമായി നിൽക്കുന്ന കാലത്ത് ഇസ്രായേലിലെ ശക്തനായ പ്രവാചകനായിരുന്നു ഏലിയ പ്രവാചകൻ. ഏലിയാവ് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം മഴയെ അയച്ചു. അന്ന് ഏലിയാവ് ഒരു ഓട്ടം ഓടിയതായിട്ട് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യഹോവയുടെ കൈ ഏലിയാവിൻ്റെ മേൽ വന്നു. അവൻ അരമുറുക്കിക്കൊണ്ട് ആഹാബിൻ്റെ രഥത്തിന് മുൻപാകെ ഓടി. കുതിരകൾ വലിക്കുന്ന ഒരു വലിയ രാജകീയ രഥത്തിന് മുൻപേ ഒരു വൃദ്ധനായിരിക്കുന്ന മനുഷ്യൻ എങ്ങനെയാണ് ഓടാൻ കഴിയുന്നത്? ഇതാണ് ഞാൻ പറഞ്ഞത്. ദൈവം ഒരുവനെ മുൻപന്തിയിലെത്തിക്കാൻ താല്പര്യപ്പെട്ടാൽ, തീരുമാനിച്ചാൽ, ആ മനുഷ്യൻ ഏത് കുതിരകളോട് ഓടിയാലും അവനായിരിക്കും ജേതാവാകുന്നത്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ശാരീരിക ബലമോ നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യമോ ഒന്നും മുഖവിലേക്ക് എടുക്കരുത്. നിങ്ങൾ ഈ വചനത്തെ മാത്രം ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുക. ഈ ദൈവവചനത്തെ മാത്രം നിങ്ങൾ ആശ്രയിക്കുക. ഒരു തലവണ കെട്ടിപ്പിടിച്ച് കിടക്കുന്നൊരു മനുഷ്യനെ പോലെ നിങ്ങൾ ഈ വചനത്തെ തന്നെ ഇന്ന് മുറുകെ പിടിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കിതൊരു വലിയ വാതിലായി തീരും, ഒരു പുരോഗതിയായി തീരും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളോട് പറഞ്ഞ ഈ ദൈവവചനത്തിൻ്റെ ആ മഹാശക്തിയിൽ ഞങ്ങൾക്ക് പുരോഗതി വേണം, ഞങ്ങൾക്ക് അനുഗ്രഹം വേണം, ഞങ്ങൾക്ക് മുൻപിലോട്ട് കയറണം. അതിന് പല വിധത്തിൽ പുറകോട്ട് വലിക്കുന്ന പലവിധ ശക്തികളും ബന്ധനങ്ങളും നിലനിൽക്കവേ കർത്താവ് ഞങ്ങളെ മുന്നോട്ടേക്ക് നയിക്കുന്ന വലിയ കൃപ തുറക്കപ്പെടുന്ന യേശുവിൻ്റെ തിരുവായിൽ നിന്നും വന്ന ഈ വാക്കിനെ തന്നെ മുറുകെ വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിൻപന്മാർ മുൻപന്മാരായി തീരും. ഈ വചനത്താൽ ഇന്ന് എന്നോടുകൂടെ പ്രാർത്ഥിക്കുന്ന ഇവർ ഏത് മേഖലയിലാണോ മുന്നോട്ട് കയറാൻ ആഗ്രഹിക്കുന്നത് അവിടെ ഇവർക്കൊരു മുന്നേറ്റം ഉണ്ടാകട്ടെ. നസ്രായനായ യേശു ക്രിസ്തുവിൻ്റെ ജീവനുള്ള നാമത്തിൽ ഇവർക്കിന്ന് തന്നെ മുന്നേറ്റം ഉണ്ടാകട്ടെ, മുന്നേറ്റം ഉണ്ടാകട്ടെ, മുന്നേറ്റം ഉണ്ടാകട്ടെ, മുന്നേറ്റം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഒരു ചതുരംഗത്തിൽ വഴിയടച്ച് നിൽക്കുന്നതായ പല കരുക്കളെയും വെട്ടി മുന്നോട്ട് കയറുന്ന ഒരു തന്ത്രം പോലെ ഈ പ്രാർത്ഥന ഇവരുടെ ജീവിതത്തിൽ നിൽക്കുന്ന വമ്പൻ ശക്തികളെ വെട്ടിമറിച്ചുകൊണ്ട് ഒരു പുതിയ വിജയത്തിലേക്ക്, ശ്രേഷ്ഠമായ മഹത്വത്തിലേക്ക് കരേറിപ്പോകാൻ ഇവരെ സഹായിക്കുകയാൽ സ്തോത്രം. കർത്താവ് വ്യക്തമായി അനുഗ്രഹിച്ചിരിക്കുകയാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് ഒത്തിരി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു ചതുരംഗക്കളത്തിൽ മുമ്പിൽ നിരത്തി വച്ചിരിക്കുന്ന ശക്തിയുള്ള പല കരുക്കളെയും വെട്ടിക്കളഞ്ഞിട്ട് മുന്നോട്ടേക്ക് കയറുന്നൊരു കാലാളിനെ പോലെ നിങ്ങളുടെ ശക്തിപൂർണമായ ഇന്നത്തെ ഈ പ്രാർത്ഥനയാൽ നിങ്ങൾ അതിബലവാന്മാരായിരിക്കുന്ന പലതിനെയും, കരുത്തേറിയ പലതിനെയും അട്ടിമറിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് നിങ്ങൾ കയറും. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് കുതിരകളാണെങ്കിലും ആനകളാണെങ്കിലും നിങ്ങൾ അതിനെ ഓർത്ത് സങ്കടപ്പെടേണ്ട. നിങ്ങൾ മുന്നോട്ടേക്ക് കയറുന്ന ഊർജം നിങ്ങളുടെ ശക്തിയോ നിങ്ങളുടെ ബലമോ അല്ല. നീ മുൻപനായി തീരുമെന്ന് പറഞ്ഞിരിക്കുന്ന യേശുവിൻ്റെ ഒരു അനുഗ്രഹ വാക്കാണ്. അതിനെ അട്ടിമറിക്കാൻ പോകുന്ന ഒരു മലകളും ഒരു ശക്തികളും ഇന്ന് ലോകത്തിലില്ല. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ മക്കളെ, എല്ലാ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും കോട്ടയത്ത് ആരാധനയുണ്ട്. കോട്ടയത്ത് ലോഗോസ് ജംഗ്ഷനിലുള്ള മന്നാകുളത്തിൽ ബിൽഡിങ്ങിൻ്റെ 7ാം നിലയിൽ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് സഭയുടെ വിശുദ്ധ ശുശ്രൂഷകൾ നടക്കുന്നു. ഇതുകൂടാതെ എറണാകുളത്ത് എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണി മുതൽ ചിറ്റൂർ റോഡിലുള്ള YMCA ഹാളിൽ അനുഗ്രഹീതമായ നമ്മുടെ സൺഡേ വർഷിപ്പ് ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളെ വളരെ സന്തോഷത്തോടുകൂടെ ഞാൻ ഈ കൂട്ടായ്മകളിലേക്ക് ക്ഷണിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇത് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ വചനം ഉരുവിട്ട് നിങ്ങൾ ഈ ശുശ്രൂഷ ചെയ്തത് കൊണ്ട് നിങ്ങൾക്കുണ്ടായ അനുഗ്രഹീതമായ സാക്ഷ്യങ്ങൾ, വിടുതലുകൾ കേൾക്കാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു. ദയവായി മറച്ചു വെക്കാതെ വിളിച്ചറിയിക്കുക, അല്ലെങ്കിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും യേശുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളോടുകൂടെ ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.